ഞാനേ ഇപ്പം ഈ വെറുതെ ഇരിക്കണോണ്ടേ ഈ ആലോചനകൾ ഇത്തിരി കൂടുതലാണ്. അപ്പം ആ കൂട്ടത്തിൽ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എൻ്റെ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് മൊത്തം 7 വർഷം കഴിഞ്ഞു. പ്രണയം തുടങ്ങിയിട്ട് ഏതാണ്ട് 9 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റിൽ ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ. അപ്പം ഇതിനൊരു കാരണം എന്താണെന്ന് ഞാനിങ്ങനെ ആലോചിക്കുക. കാരണം 12,000 പേരുടെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിലും മാത്രം തന്നെ വേണമെങ്കിൽ നോക്കി കഴിഞ്ഞാൽ പല ആൾക്കാരുടെ ലൈഫ് സ്റ്റോറീസും കഥയൊക്കെ കേൾക്കാറുമുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് അവസാനിപ്പിച്ച് വെച്ചിട്ടുണ്ട് തലവേദനയൊക്കെ കാരണം. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയ കാര്യം, പണ്ട് ഞാൻ എങ്ങനെയായിരുന്നോ അതുപോലെയൊക്കെ തന്നെയാണ് ഞാൻ ഇപ്പോഴും ബിഹേവ് ചെയ്യണേ എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഭിനയിക്കും, നമ്മൾ ഈ പ്രണയിച്ച് തുടങ്ങുമ്പോൾ ഒരു അഭിനയമുണ്ട്. നമ്മൾ ഭയങ്കര വലിയ നല്ല മനുഷ്യനാണ്, അയ്യോ ഇത്രയും നല്ല സ്വഭാവത്തിനുടമ വേറെ ഉണ്ടാവില്ല, എന്താ പറയുക, അധികം മൂഡ് സ്വിങ്സ് ഒക്കെ വന്നാൽ പോലും അവരുടെ മുമ്പിൽ വളരെ മാന്യനായിട്ട് അഭിനയിക്കുക. ഈ വക വൃത്തികെട്ട പരിപാടികൾ പ്രണയിക്കുന്ന എല്ലാവരും കാണിക്കാറുണ്ട്. ഈ വക പരിപാടികളൊന്നും മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണോ ഉള്ളത് ആ രീതിയിൽ അങ്ങ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ കേട്ട പല കഥകളിലെയും വില്ലതാണ്. കല്യാണത്തിന് മുമ്പ് അയാൾ ഇങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, കല്യാണം കഴിഞ്ഞപ്പോൾ അയാൾ ഇങ്ങനെയായി ഇങ്ങനെയായി ഇങ്ങനെയായി. കല്യാണം കഴിഞ്ഞപ്പോഴാണ് ശരിക്കുള്ള സ്വഭാവം. സത്യം പറഞ്ഞാൽ മുമ്പ് ഈ പ്രണയിക്കണ സമയത്ത് നമ്മൾ വേറെ ഏതോ ലോകത്താണല്ലോ. അപ്പോൾ ആ ലോകത്ത് നമുക്ക് ഈ പറഞ്ഞ വന്ന നല്ല കാര്യങ്ങൾ മാത്രമേ കേൾക്കലും കാണലൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ, നിങ്ങൾ അഭിനയിക്കാണ്ടിരുന്നാൽ നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ എന്താണോ, എത്ര പൊട്ടയാണോ ആ പൊട്ട രീതിയിലങ്ങ് ജീവിക്കുക. അങ്ങനെ ആകുമ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് പിന്നീട് നിങ്ങളുടെ ലൈഫിൽ എന്താ പറയുക, നിങ്ങൾ കുറച്ചുകൂടി നല്ല മനുഷ്യനായി മാറും എന്ന് എനിക്ക് തോന്നണേ. മുമ്പത്തേക്കാളൊക്കെ കുറച്ചുകൂടി നല്ല മനുഷ്യനായി മാറും. മോശമായി പോകാനുള്ള ചാൻസസ് കുറവാണ് അഭിനയിക്കാണ്ട് ജീവിച്ചാൽ. അഭിനയിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ പൊട്ട മനുഷ്യനായി പോവും ഉറപ്പായിട്ടും. കാരണം നമുക്ക് ആ വേർതിരിവ് പെട്ടെന്ന് അങ്ങ് മനസ്സിലാവില്ല. കല്യാണം കഴിഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ.